ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നോക്കുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ടാരോ കാർഡ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ എൻ്റെ പേഴ്സണലിനെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാര്യം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരം നോക്കട്ടെ. ഡെത്ത് കാർഡാണ്. ഇത് കണ്ടറിയാം, ഒരു മേജർ ആർക്കാന കാർഡാണ്. എൻ്റെ ലൈഫിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമുക്ക് 22 പാഠങ്ങളിലൂടെ വേണം നമ്മുടെ ലൈഫ് കടന്നു പോകാൻ. അതാണ് മേജർ ആർക്കാന കാർഡ്. അതിലൊന്ന് വേർപിരിയലും വേർപാടും മരണവും ദുഃഖവും വേദനയും നേട്ടവും കോട്ടവും ഇങ്ങനെയുള്ളതൊക്കെയാണ്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമില്ല. അത് ഡിവൈനായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മുൻജന്മകർമ്മയാണ്. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചെന്ന് വ്യക്തമായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് ചോദിച്ചത് എന്താണ് എൻ്റെ സമീപകാല ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു. സമീപകാല ഫ്യൂച്ചറിനെ കാണിച്ചത് സെവണപ്പൻ്റെ കുറിച്ച്. എൻ്റെ സമീപകാല ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പണം ഉണ്ടാക്കുകയെന്നാണ്. എനിക്ക് താമസിക്കാൻ എന്തെങ്കിലും ജോലി കിട്ടുകയോ അതല്ലെങ്കിൽ അതായത് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സമീപകാലത്ത് ജോലി കിട്ടുകയോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ ചെയ്യും. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ടിറങ്ങുക എന്നുള്ളതാണ് സമീപകാല ഭാവി പറയുന്നത്. പിന്നെ മൂന്നാമത് ഞാൻ ചോദിച്ചത് ഞാനിപ്പോൾ എന്ത് എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ എൻ്റെ എനർജി ഇതാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടറിയാം, മിതത്വമാണ്. അതായത് ഞാൻ സാമ്പത്തികമായിട്ട് എന്ത് തരത്തിലും ഞാൻ എല്ലാ തരത്തിലും മിതത്വം പാലിക്കാൻ പഠിച്ചിരിക്കുന്നു. അതൊരു മേജർ ആർക്കാന കാർഡാണ്. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയേണ്ടതാണ്. അതായത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വ്യൂവേഴ്സ്. അപ്പോൾ അവർ തീർച്ചയായും നിങ്ങളിപ്പോൾ സമ്പത്തിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞു. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ വൈകാരികമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാണ്. തന്നെയുമല്ല, നിങ്ങൾ ഇപ്പോൾ ഡിവൈനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ആത്മീയമായ ചിന്തയിലേക്കും പോയിരിക്കുന്നു. ഇതാണ് ഈ 3 കാർഡുകളും കാണിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയുണ്ട്. എപ്പോഴും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുക. നല്ലൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. മെഡിറ്റേഷൻ ചെയ്യുക. നല്ല അഫർമേഷൻസ് മാത്രം പറയുക. നല്ലത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ശുഭരാത്രി.